ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മോൻ്റെ റിസൾട്ട് അറിയുന്ന ദിവസവും പിന്നെ അച്ഛൻ്റെ അമ്മൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ. അപ്പം ഈ പൂവിൻ്റെ അകത്ത് വണ്ട് വന്ന് തേൻ കുടിക്കുന്നത് കണ്ടോ? നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. എന്താ ചെടിയെന്നൊന്നും അറിയില്ല കേട്ടോ. അങ്ങനെ അപേക്ഷിച്ചു വെഡ്ഡിങ് ആനിവേഴ്സറി അല്ലേ, അപ്പോൾ പായസം ഉണ്ടാക്കാം. മോൻ എന്തായാലും പാസ്സാവും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ രണ്ടിനും കൂടി കണക്കാക്കിയിട്ട് പായസം ഉണ്ടാക്കാമല്ലോ ചോദിച്ചു. എന്താ വെച്ചാൽ ഓന് കേക്ക് വേണമെന്നോ അത് വേണമെന്നോ ഇത് വേണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ഓനൊക്കെ ഒരേ ഒരു കാര്യം പറഞ്ഞു, എനിക്ക് ഫോണ് വേണം, പാസ്സായാലും എനിക്ക് ഫോണ് വേണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഞങ്ങൾ ഫസ്റ്റ് രജിയാണ് ഓക്കെ ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. രജിയാൻ പറഞ്ഞു റിസൾട്ട് വരട്ടെ, എന്നിട്ട് അതിനനുസരിച്ച് എന്താ ചെയ്യാമെന്നാണ് പറഞ്ഞത്. അപ്പം ഓന് പിന്നെ അങ്ങനെ അത് വേണം ഇത് വേണം എന്നങ്ങനെ പറയലില്ല. അങ്ങനെയല്ല, ഒരു ആഗ്രഹങ്ങൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞങ്ങളോട് പറയുന്നത് കുറവാണ്. ഓന് ഒരേ ഒരു കാര്യം പറഞ്ഞു, എനിക്ക് ഫോണ് മാത്രം മതിയെന്ന്. അപ്പോൾ ഒരു ചെയ്യാൻ പറഞ്ഞു സെക്കൻഡ് ഹാൻഡ് ഫോണ് വാങ്ങാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ വാങ്ങിക്കൊടുക്കുക, എന്തായാലും പാസ്സാവുമല്ലോ. സെക്കൻഡ് ഹാൻഡ് ഫോണ് വാങ്ങിക്കൊടുക്കുന്നതായിട്ട് വലിയ സംഭവമൊന്നുമല്ല കേട്ടോ, പക്ഷെ എന്നാലും അങ്ങനെ വിചാരിച്ചു. പിന്നെ എന്നിട്ടും റിസൾട്ട് അറിഞ്ഞ് മൂന്നാമത്തെ ദിവസമായിട്ടോ ഞങ്ങൾ ഫോണൊക്കെ വാങ്ങുന്നത് തന്നെ. അങ്ങനെ ഞാൻ വിചാരിച്ചു, ഞാൻ രചനയോട് ചോദിച്ചു നിങ്ങൾ ഫോണ് വാങ്ങിക്കൊടുക്കുന്നുണ്ടോ? രചന പറഞ്ഞു സെക്കൻഡ് ഹാൻഡ് പോരെ റിൻ്റു എന്ന് വെച്ചാൽ. അപ്പോൾ ഓന് അതിനൊരു ഒരു ഇഷ്ടമല്ലാത്ത മട്ടിൽ. പിന്നെ അതിനെപ്പറ്റി ഓൻ പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ അതിൻ്റെ ഓൾ പിന്നെ ചൊറഞ്ഞ് കളിക്കൂല. എനിക്കത് വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കില്ല. ഒരു കാര്യം ഓൻ പറയുള്ളൂ, അത് അങ്ങനെ തന്നെ നിൽക്കും കേട്ടോ. പിന്നെ എൻ്റെ ചെറുത് അങ്ങനെയല്ല, അങ്ങോട്ട് എന്താ പറയുക, ചൊറഞ്ഞാൾ ഓൻ അത് വേണമെന്ന് പറഞ്ഞാൽ അവൻ അതന്നെ വേണം, അങ്ങനെ ഒരു വാശി പിടിക്കൂ കേട്ടോ അവന്. പക്ഷേ റിൻ്റു അങ്ങനെ വാശി പിടിക്കൂല. അങ്ങനെ അപ്പം അതിൻ്റെ ഇടയ്ക്ക് ചോറ് വെക്കുന്നുണ്ട്, കറി വെക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. രാവിലെ തന്നെ ഈ പായസത്തിൻ്റെ പരിപാടിയൊക്കെ കൂടി വെച്ചിട്ട് എന്താ വെച്ചാൽ അടുക്കളയിലേക്ക് പോയിക്കൂടെ, ചൂടാണല്ലോ, ഭയങ്കര ചൂട്. എങ്ങനെയോ അടുക്കളയിലേക്ക് വരിക കേട്ടോ. അപ്പം ഇത് രണ്ടാമത്തെ പാലാണ് കേട്ടോ, തേങ്ങാപ്പാലാണ്. മൂന്നാമത്തെ പാൽ ഒഴിച്ചിട്ടാണ് വേവിച്ചത് കേട്ടോ കുക്കറിൽ. 3 വിസിലടിച്ചു വേവിച്ചു, പിന്നെ ഉരുളിയിൽ വെക്കാൻ വിചാരിച്ചു. അങ്ങനെ വെഡ്ഡിങ് ആയതുകൊണ്ട് തന്നെ അച്ഛൻ്റെ അമ്മൻ്റെയും കേക്ക് കട്ട് ചെയ്യും അങ്ങനെയൊന്നും ചെയ്തില്ല. കഴിഞ്ഞല്ല ഞങ്ങൾ അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തിരുന്നുണ്ട് കേട്ടോ. അങ്ങനെ അമ്മയാണ് കേട്ടോ അരിയൊക്കെ ഊറ്റുന്നത്, ഞാൻ ഇപ്പുറത്തുനിന്ന് പായസം ഉണ്ടാക്കണം, അമ്മ ചോറും കറിയും വെക്കാണ്. അങ്ങനെ എല്ലാം കൂടി എന്നാൽ പെട്ടെന്ന് അടുക്കളയിൽ നിന്ന് അങ്ങോട്ട് ഒഴിവാവാലോ. അങ്ങനെ ചവ്വരി വേവിച്ചതും ഒക്കെ അതിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. ശർക്കര അരിച്ചൊഴിക്കുകയാണ്. പിന്നെ സന്തോഷമായിട്ടോ, മോന് നല്ല മാർക്കുണ്ട്, 90% മാർക്കുണ്ട് കേട്ടോ. അതിന് സന്തോഷമായി കേട്ടോ. എനിക്കൊക്കെ ഇങ്ങനെ ഗ്രേഡും A+ അങ്ങനെയൊന്നും അല്ലായിരുന്നു. 210 മാർക്കാണ് ജസ്റ്റ് പാസ്സാവേണ്ടത്. എൻ്റെ ബാച്ചിലൊക്കെ പഠിച്ചവർക്കറിയാം, ആ 210 കിട്ടാനുള്ള കഷ്ടപ്പാട് ഭയങ്കരം തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ പക്ഷെ ഓന് അത്രയും കിട്ടുമെന്ന് ഓന് പ്രതീക്ഷയില്ല കേട്ടോ. അന്നപ്പോഴേക്ക് കറണ്ട് പോയപ്പോൾ ഇങ്ങനെയായിപ്പോയി കേട്ടോ, വെളിച്ചം കിട്ടിയില്ല ഫോണിൽ നിന്ന് എടുക്കുമ്പോൾ. അങ്ങനെ പിന്നെ ഞാൻ 1-ാം പാല് ഒഴിച്ച് അതിൻ്റെ അകത്തേക്ക് ഏലക്കായൊക്കെ പൊടിച്ച് അതിൻ്റെ അകത്തേക്ക് ഇട്ട് പിന്നെ വറവ് ഇടുന്നതൊന്നും എടുക്കാൻ എന്നോട് മറന്നു കേട്ടോ. എടുക്കാൻ മറന്നു ചോദിച്ചാൽ എന്താണെന്നറിയില്ല. അങ്ങനെ ഞാനൊരു എല്ലയൊക്കെ വെട്ടിക്കൊണ്ടുവന്ന് അങ്ങനെ രജിയേട്ടൻ വൈകുന്നേരം വരുമ്പോൾ ലഡു കൊണ്ടുവന്നു. ഓന് വിളിച്ച് പറഞ്ഞെങ്കിൽ ലഡു കൊണ്ടുവന്നു എൻ്റെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാനെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ മാങ്ങയും കൊണ്ടുവന്നു. മാങ്ങ ഞങ്ങൾ അന്നപ്പം തന്നെ ചെത്തി കഴിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അങ്ങനെ വീടിൻ്റെ അടുത്തുള്ളവർക്ക് രജിയേട്ടൻ വരികയും ചെയ്തു, ഫുഡൊക്കെ കൊടുത്തു. അങ്ങനെ ഞങ്ങൾ പിന്നെ ഇതാണ് കേട്ടോ, റസ്വി എന്നാട്ടോ എൻ്റെ പേര്. അങ്ങനെ ഞങ്ങൾ പിന്നെ പോവുകയാണ്. ഒരു അമ്മേൻ്റെ അനിയത്തീൻ്റെ മോള് പ്രസവിച്ചിരിക്കുക. അപ്പോൾ കുട്ടീനെ കാണാൻ പോയില്ല. അപ്പം ജ്വല്ലറി കയറി മോതിരം വാങ്ങി. അങ്ങനെ ആനവാതിക്കലാണ് കേട്ടോ അവരെ വീട്. ആനവാതിക്കലെത്തി ഞങ്ങൾ അവിടുന്ന് ബേക്കറി വാങ്ങാം. അപ്പോൾ ആനവാതിക്കലുള്ള ബേക്കറി ഒന്നും ഇപ്പോൾ കാണുന്നില്ല, അവിടെ തുറന്നില്ല എന്ന് തോന്നുന്നു കേട്ടോ. കുറേ പീടി അടച്ചു കിടക്കുന്നുണ്ട്. അങ്ങനെ ചേച്ചിയുടെ ഫ്രൂട്ട്സ് ആണെന്ന് തോന്നുന്നു വാങ്ങി വന്നത്. അങ്ങനെ ഈ ചേച്ചീൻ്റെ വീട്ടിലെത്തി ഞങ്ങൾ കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞ് 6 മണിയായി കിട്ടോ. ഞങ്ങൾ അവിടെ എത്തുമ്പം തന്നെ നല്ല ഉറക്കമായിരുന്നു കേട്ടോ മോന്.
അങ്ങനെ ഞങ്ങൾ വന്നപ്പോൾ ഈ ചേച്ചി പഴംപൊരിയൊക്കെ പൊരിക്കുകയാണ് കേട്ടോ. ഈ ചേച്ചി എന്നോട് പറയുന്നുണ്ട് എൻ്റെ ഫോട്ടോസൊന്നും എടുക്കരുത് കേട്ടോ. പക്ഷേ ഈ ചേച്ചീൻ്റെ ഫോട്ടോസൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ചായയൊക്കെ കുടിച്ച് ചന്ദ്രാപ്പന കൊണ്ടിട്ട് ചായ കുടിക്കുന്ന ഒരു കൊലായിലായിരുന്നു ചായ കുടിക്കുന്നത്. അങ്ങനെ പിന്നെ മോന് ഉണർത്തിയെടുത്തതാട്ടോ, തീരെ ഉണർന്നില്ലേനും. അങ്ങനെ മോൻ്റെ റിത്തുവിന് ഭയങ്കര ഇഷ്ടമാണ് മക്കളെയൊക്കെ എടുക്കാൻ. അങ്ങനെ പിന്നെ ഞാൻ മോൻ്റെ കയ്യിൽ നിന്ന് എടുത്ത് നമുക്ക് കരച്ചിലൊക്കെ നിന്നിട്ടോ. എൻ്റെ കയ്യിലിരുന്നിട്ട് ഉറങ്ങന്നെയാട്ടോ മോന്. നാദൂട്ടാന്നാട്ടോ വിളിക്കുക, അദ്രിനാഥ് എന്നാട്ടോ പേര്. അങ്ങനെയാണ് തോന്നുന്നു, അദ്രിനാഥാണെന്നോ. അങ്ങനെ ചന്ദ്രാപ്പൻ ന്യൂസ് കാണുക. അപ്പം ഞാൻ ന്യൂസ് കാണുമ്പോൾ ചന്ദ്രാപ്പനോട് പറഞ്ഞു എനിക്കൊരു യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നു. അങ്ങനെ ചന്ദ്രാപ്പൻ സബ്സ്ക്രൈബ് ചെയ്ത് ഞാൻ കളിച്ച ഡാൻസൊക്കെ അല്ലേ അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ ബാലുശ്ശേരി എത്തി. ബാലുശ്ശേരിയിൽ നിന്ന് അങ്ങനെ മൊബൈൽ വാങ്ങാമെന്ന് പറഞ്ഞു. പോകുമ്പോൾ ഞങ്ങളിങ്ങനെ ഉറപ്പിക്കുന്നത് എന്താ വെച്ചാൽ സെക്കൻഡ് ഹാൻഡ് വാങ്ങാല്ലേ റെൻറ്റോ എന്നാണ് ചോദിക്കുന്നത്. ഓന് വേണ്ട എന്നുള്ളൊരു ഇതിൽ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഓന് ഞങ്ങൾ ഇതൊക്കെ വാങ്ങിയപ്പം ചെറുതിന് സൈക്കിള് വേണം. അങ്ങനെ പീടിയ തുറന്നില്ല സൈക്കിളിൻ്റെ. അങ്ങനെ പക്ഷെ ഓനെ വിളിച്ച് വരുത്തി പീടിയൊക്കെ തുറന്ന് വാങ്ങിയപ്പോൾ ഓൻ എനിക്ക് സൈക്കിള് വേണ്ടാന്ന്. എന്താണെന്നറിയില്ല, സൈക്കിള് വേണ്ടാന്നാണ്. ഓന് ഓൾറെഡി സൈക്കിൾ ഉണ്ടായിരുന്നു, എന്തൊക്കെയോ പ്രശ്നങ്ങളാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടുന്ന് ഫോണൊക്കെ വാങ്ങി എടുത്ത് ഇതാണ് കേട്ടോ ഫോണ്. റിൻറ്റുവിന് പൊറാട്ടയാണ് ഓന് പറഞ്ഞത്. പൊറാട്ട കിട്ടിയപ്പോൾ റിത്തുവിൻ്റെ കയ്യിൽ ഫോൺ ഉണങ്ങി കുറച്ച് നേരം നോക്കിക്കുകയാണ്. റിത്തു ബർഗറും ഞങ്ങൾ കുബൂസും ബ്രോസ്റ്റഡും കേട്ടോ വാങ്ങിയത്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കഴിച്ച് അവിടുന്ന് ഇറങ്ങിയിട്ടോ. ലൂക്കയിലാണ് ഞങ്ങൾ കയറിയത്. അങ്ങനെ എൻ്റെ വീഡിയോസ് പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അടുത്ത വീഡിയോ വരുന്നവരേക്കും ബൈ.